ഇപ്പോ ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് തരും. ഇപ്പൊ എക്സിന് 4 വാല്യൂസ് x0, x1, x2, x3 തന്നിട്ടുണ്ട്. ഇതിന്റെ കറസ്പോണ്ടിങ് വൈയും നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. വൈ എന്ന് പറയുന്നത് y0, y1, y2, y3 എന്ന് പറഞ്ഞിട്ട് തന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആദ്യം ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് y ഓഫ് x0, x1. ഓക്കെ, അത് y ഓഫ് x0, x1 എന്ന് പറയുന്നത് ആ ഡിഫറൻസ് ആണ്. അതെന്താണ്, y1 മൈനസ് y0 ഡിവൈഡഡ് ബൈ x0 മൈനസ് x0. അതായത് ഇത് മൈനസ് ഇത് ഡിവൈഡഡ് ബൈ ഇത് മൈനസ് ഇത്. ഇനി അതുപോലെ എന്താണ്, ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് കണ്ട നമ്മളെ കറക്റ്റ് അതിന്റെ സെന്ററിലാക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പൊ y ഓഫ് x1, x2 കണ്ടുപിടിക്കുക. അതുപോലെ y ഓഫ് x2, x3. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ്, അതായത് എന്തായിരിക്കും, ഇത് രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ദിസ് വൺ. ഓക്കെ, എന്താണ് y ഓഫ് x1, x2 മൈനസ് y ഓഫ് x0, x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x0 എന്നാണ് വരിക. ഓക്കെ, അതായത് y ഓഫ് x0, x1, x2 എന്ന് പറയുന്നത് എന്താണ്, y ഓഫ് x1, x2 minus y of x0, x1 divided by x2 minus x0 ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ കണ്ടുപിടിക്കുക, ഇത് y of x2, y of x1, x2, x3 എന്ന് പറഞ്ഞാൽ എന്താ, y of x2, x3 minus y of x1, x2 divided by എന്തെന്ന് വരും, x3 minus x1 വരും. ഓക്കെ, ഇനി തേർഡ് ഓർഡറിന്റെ ഇന്റർപോളേഷൻ ഫോർമുല എന്തായിരിക്കും, y ഓഫ് x0, x1, x2, x3. ഇതിന്റെ എന്തായിരിക്കും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, അതായത് y ഓഫ് x0, സോറി x1, x2, x3 മൈനസ് y ഓഫ് x0, x1, x2 ഡിവൈഡഡ് ബൈ, താഴെ എങ്ങനെയാണ്, ഈ ടേം x3 അല്ലേ ലാസ്റ്റ് ടേം, അതായത് x3 മൈനസ് x0 വരും. മനസ്സിലായില്ലേ ഇതെങ്ങനെ എഴുതുന്നത്? നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാലോ. ഓക്കെ, നമുക്ക് യൂസിങ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസസ് ഇന്റർപോളേഷൻ ഫോർമുല ഇവാലുവേറ്റ് f of 3 ഫ്രം ദ ഫോളോയിങ് ടേബിൾ. നമുക്ക് x തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്. ഓക്കെ, എക്സിന്റെ വാല്യൂ എന്തൊക്കെയാ തന്നിട്ടുള്ളത്, 1 തന്നു, 2, 4, 5, 6 തന്നിട്ടുണ്ട്. വൈയുടെ കറസ്പോണ്ടിങ് ആയിട്ട് 14, 15, 5, 6, 19 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക, നമ്മളിത് ഇവിടെ നോക്ക്, x0 ഇത് x1 ആണ് നിങ്ങളുടെ, x2, x3, x4. ഇവിടെ എന്താണ്, ഇത് y0, y1, y2, y3, y4 ആണ് അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, y1 മൈനസ് y0 ഡിവൈഡഡ് ബൈ x1 മൈനസ് x0 അല്ലെ. അപ്പൊ അതിന്റെ നേർപകുതിയിലല്ലേ ഇത്, അതായത് 15 മൈനസ് 14 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. 15 മൈനസ് 14 എന്താണ് വരുന്നത്, 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1, 1. അപ്പൊ ആൻസർ എന്ത് കിട്ടി, 1 കിട്ടി. ഇനി എങ്ങനെയാ കണ്ടുപിടിക്കുക, ഇനി ഈ രണ്ടെണ്ണത്തിന്റെ അല്ലേ അല്ലേ. അപ്പൊ എന്താണ്, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അതായത് y2 എത്ര ഇവിടെ, 5 മൈനസ് 15 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2, ദാറ്റ് ഈസ് മൈനസ് 10 ബൈ 2 ഈക്വൽ ടു എന്തെന്ന് കിട്ടി, മൈനസ് 5 എന്ന് കിട്ടി. ഇനി ഇതിന്റെ അല്ലേ y2 ഒക്കെ അല്ലേ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ എന്തെന്നാവും, y3 മൈനസ് y2 ഡിവൈഡഡ് ബൈ x3 മൈനസ് x2. ഇതിന്റെ സെന്ററിലായിട്ട് എഴുതാൻ നോക്കുക കേട്ടോ കൂടുതലും. ഓക്കെ, 1/1, അതായത് 1 തന്നെ കിട്ടി. ഇനി ഇതിന്റെ y4ഉം y3 കൺസിഡർ ചെയ്യുമ്പോൾ y4 മൈനസ് y3 ഡിവൈഡഡ് ബൈ x4 മൈനസ് x3. 19 മൈനസ് 6, 30. ഇപ്പൊ ഫസ്റ്റ് ഓർഡർ നമ്മളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക്
സെക്കൻഡ് ഓർഡർ. ഓക്കെ, സെക്കൻഡ് ഓർഡർ എന്തായിരിക്കും? ഇതേ പ്രോസസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എങ്ങനെ വരിക? ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പൊ എന്തെന്ന് വരും? -5 -1 ഡിവൈഡഡ് ബൈ, ഇത് നോക്കി നോക്ക്, ഇത് നേരെ x2 നല്ലേ? x2 മൈനസ് x1, സോറി x2 മൈനസ് x0, അതായത് -5 -1 4 -1 എന്ന് വെച്ച് കഴിഞ്ഞാല് -6/3 ഇസ് ഈക്വൽ ടു -2. ഇനി അടുത്തത് എന്താണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? 1 -5 താഴെ എന്താണ്? ഇത് x3 x1 അല്ലേ? അപ്പൊ എന്താണ്? x3 മൈനസ് x1. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? x2 മൈനസ് x0, അടുത്തത് x3 മൈനസ് x1 വരും. 5 -2, ദാറ്റ് ഈസ് 6/3 ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അടുത്ത എന്തായിരിക്കും? ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? 30 -1 ഡിവൈഡഡ് ബൈ, ഇതും അല്ലേ? എന്താണ്? 6 -4, ദാറ്റ് ഈസ് 12/2 ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി തേർഡ് ഓർഡർ. ഓക്കെ, ഇവിടെ ഒരെണ്ണം വിട്ടിട്ടുള്ള ഡിഫറൻസസ്, അത് x0 x2, പിന്നെ x1 x3 x1 x4 ആയിരുന്നു. അടുത്താകുമ്പോ രണ്ടെണ്ണം വിട്ടിട്ടാവും, x0 x3 അങ്ങനെ വരും. ഓക്കെ, ഇവിടെ എന്തെന്നാണ്? 2 -2 ഡിവൈഡഡ് ബൈ എന്താണ്? x3 മൈനസ് x0 എന്ന് വരും. അതായത് എന്താണ്? 5 -1, ദാറ്റ് ഈസ് 4/4 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി 6 -2, ഈ ഡിഫറൻസ് 6 -2 ഡിവൈഡഡ് ബൈ, ഇവിടെ ഏതായിരിക്കും? x4 മൈനസ് x1, x4 എത്ര? 6, 6 -2 ഇസ് ഈക്വൽ ടു 1 തന്നെ കിട്ടി. ഇനി ഫോർത്ത് ഓർഡർ. ഓക്കെ, ഇത് വരും 1 -1 ഡിവൈഡഡ് ബൈ, ഏതാണ്? x4 മൈനസ് x0, അതായത് 6 -1, 0 അല്ലേ? അപ്പോ നമുക്ക് എന്ത് കിട്ടി? എല്ലാ വാല്യൂസും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ എഴുതാം. എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതാം. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y0 പ്ലസ് x മൈനസ് x0 ഇൻറ്റു എഫ് ഓഫ് x0 x1 പ്ലസ് x minus x0 into x minus x1 into f of x0 x1 x2 plus x minus x0 into x minus x1 into x minus x2 into f of x0 x1 x2 x3. x3 വരെ ഇവിടെ വന്നിട്ടുള്ളൂ. നമുക്ക് എന്തുണ്ട്? x4 വരെ ഉണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പും കൂടി എഴുതണം. പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് x1 ഇൻറ്റു എക്സ് മൈനസ് x2 ഇൻറ്റു എക്സ് മൈനസ് x3 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് x1 x2 x3 x4. ഇവിടെ എഫ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് y വെച്ചിട്ടുള്ള ഇക്വേഷനോ എഴുതാട്ടോ. ഇങ്ങനെ കണ്ട y വെച്ചിട്ടും എഴുതാം, അല്ലെങ്കിൽ എഫ് ഓഫ് ഇട്ടിട്ട് എഴുതിയാലും മതി. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. ഇനി അല്ലെങ്കിൽ എഫ് ഓഫ് മാറ്റി എഴുതാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ചില ടെക്സ്റ്റുകളിൽ എഫ് ഓഫ് എന്ന് വന്നിട്ടും കാണാം. അയ്യോ, അയ്യോ, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടോളൂ കേട്ടോ. ഓക്കെ, ജസ്റ്റ് നമുക്ക് എഫ് ഓഫ് 3 ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് ഉള്ളതൊക്കെ 3 ആയിട്ട് വരും. വൈ നോട്ടിന്റെ വാല്യൂ എത്രയാ? ഇത് നോക്കി, വൈ നോട്ട് 14 അല്ലേ?
അപ്പൊ 40 പ്ലസ് എക്സിന്റെ വാല്യൂ എന്താണ് 3 മൈനസ് എക്സ് നോട്ടിന്റെ വാല്യൂ എന്താണ് 1 3 മൈനസ് 1 ഇൻറ്റു വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ഇതല്ലേ വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ ആണിത് അതുപോലെ വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ആണ് ആദ്യത്തെ വാല്യൂ ഇതെന്താണ് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ആണ് ഇതാണ് എന്ത് വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എന്ന് പറഞ്ഞ വാല്യൂ ഓക്കെ ഇപ്പൊ 3 മൈനസ് 1 ഇൻറ്റു വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എന്ന് വെച്ചാൽ 1 ആണ് 3 മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് വീണ്ടും 3 മൈനസ് 1 3 മൈനസ് എക്സ് വണ്ണിന്റെ വാല്യൂ എത്രയാണ് 2 2 ഇൻറ്റു വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ആദ്യത്തെ വാല്യൂ ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു മൈനസ് 2 പ്ലസ് വീണ്ടും 3 മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു 3 മൈനസ് എക്സ് ടുവിന്റെ വാല്യൂ എന്താ എക്സ് ടു നമുക്ക് ഇവിടെ 4 ആണ് അപ്പൊ 3 മൈനസ് 4 ഇൻറ്റു വൈ ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് വെച്ചാൽ എന്താണ് 1 അല്ലേ 1 പ്ലസ് അടുത്തത് 3 മൈനസ് 1 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 4 ഇൻറ്റു എക്സ് ത്രീ 5 ആണ് അതായത് 3 മൈനസ് 5 ഇൻറ്റു വൈ ഓഫ് എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ വാല്യൂ 0 അല്ലേ ഇൻറ്റു 0 ലാസ്റ്റ് ടേം ഇത് മൊത്തം പോയില്ലേ നമുക്ക് 14 പ്ലസ് 2 പ്ലസ് ഇവിടെ 3 മൈനസ് 1 2 ഇൻറ്റു 3 മൈനസ് 2 എന്ന് വെച്ചാൽ 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 3 മൈനസ് 1 2 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1 ഇല്ല വരുന്നത് അതായത് 14 പ്ലസ് 2 മൈനസ് 2 ഇൻറ്റു 2 അതായത് മൈനസ് 4 മൈനസ് 2 ഓക്കെ plus 2 minus 2 get cancelled 14 minus 4 that is equal to 10 okay ഇത്രയല്ലേ ഉള്ളൂ എഫ് ഓഫ് ത്രീക്ക് പകരം ചിലപ്പോൾ വൈ ഓഫ് ത്രീന്ന് എഴുതിയിട്ടും കാണാറുണ്ട് കേട്ടോ ഓക്കെ